ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കണ്ടിട്ട് ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കും. മനസ്സിലാകാത്തവർക്കായിട്ട് ഇന്നൊരു ചെറിയ കുഞ്ഞു വ്ളോഗാണ്. സമയം ഇപ്പോൾ ഏകദേശം കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ, 12:40 നമ്മൾ ഇന്ന് ഈ കാട്ടിനകത്താണ് നിൽക്കുന്നത്. ഈ കാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാമലക്കണ്ടം. അതായത് മാമലക്കണ്ടം പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അത് അടിമാലിക്ക് പോകുന്ന വഴി, ആ കാണുന്ന വഴി അടിമാലിക്കും മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പം നമ്മളിങ്ങോട്ട് വന്നതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് അന്നേരത്തേക്ക് നിങ്ങളുടെ കൊണ്ടുപോയിട്ട് വണ്ടി കുറവാട്ടോ. ഈ സമയം ഉണ്ടാവുള്ളൂ, കുറഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ എന്തോ ഒരു പുഴയൊക്കെ ഉണ്ടായിരുന്നു, വറ്റി. പക്ഷെ അന്ന് വന്നപ്പോൾ ഉള്ള അവസ്ഥയല്ല ഇന്നത്തെ അവസ്ഥ. അന്ന് ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആ ഒരു സംഭവത്തിലൊക്കെ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തില്ല. മാമലക്കണ്ടായിട്ടില്ല, ഇനിയും കുറച്ചുകൂടി ഉണ്ട്. മറ്റേ കാട് വഴിയാണ് തുറക്കുന്നതാണ്. നമ്മൾ അടിമാലിയിൽ നിന്ന് വരുമ്പോൾ ഉള്ള കാട്ട് വഴിയാണ് കാണുന്നത്. ഇനിയും പോകാനുണ്ട്. സോ എന്നെ കാണണമെന്ന് അറിയില്ല, വെയിൽ നല്ലപോലെ ഇരിക്കുന്നുണ്ട്, ഉച്ചയ്ക്കടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പോകാൻ സംഭവം പ്ലാൻ ചെയ്ത പോലെ മാമലക്കണ്ടം മാങ്കുളം അങ്ങനെ ഒരു ചെറിയ പരിപാടി. സമയം ഒന്ന് ലേറ്റായി പോയി, കാര്യം ഞാൻ നേരത്തെ വരേണ്ട ആളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇന്നൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് കാരണം അതിനുവേണ്ടി നിന്നു, അത് ക്യാൻസലാവുകയും ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ വിട്ടു. വണ്ടി പിന്നെ ഉള്ളപ്പോഴും വണ്ടി പെട്രോൾ അടിക്കാനുള്ള പൈസ ഉള്ളതുകൊണ്ട് വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല, ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. ഇവിടുന്നാണ് കാട്ടുവഴി ഏകദേശം തുടങ്ങി. അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഇവിടുത്തെ നിന്ന് എൻജോയ് ആയിട്ടൊരു പാട്ടൊക്കെ ഇട്ട്. അപ്പം വെൽക്കം ടു ദ ബ്ലോഗ്. നമ്മളിതേ ഊന്നുകല്ലെന്ന് അടിമാലി പോകുന്ന റൂട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഊന്നുകല്ലാണോ എന്ന് വെച്ചാൽ ഊന്നുകല്ലിൽ കയറിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അടിമാലിക്ക്. പിന്നെ ഇവിടെയൊക്കെ മറ്റേ റോഡിൻ്റെ നീളം കൂട്ടും എന്തോ പരിപാടിയുണ്ട്. അത് കാരണം സൈഡിലൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ കുഴിയും കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാരണം സൂക്ഷിച്ച് കണ്ടൊക്കെ ഈ റൂട്ട് വരണം. എപ്പോഴാണ് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ കയറുന്നത്, എവിടെ നിന്നാണ് വണ്ടി കയറുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ റോഡ് പണിയുടെ ടീം നിൽപ്പുണ്ട്, അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ ഈ റോഡ് നല്ല റോഡാണ്, വിട്ടടിച്ച് പോകാൻ പറ്റിയ. പക്ഷേ വിട്ടടിച്ച് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. കാര്യം ഇത് കണ്ടത് ഇതുപോലെ സൈഡിലൊക്കെ വണ്ടി കിടപ്പുണ്ടാ, ലോറി കിടപ്പുണ്ടാ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ റോഡ് ഇച്ചിരി റിസ്ക്കും ഉണ്ട്. അതുപോലെ തന്നെ നല്ല റോഡുമാണ്. ഇനി അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ ബ്ലോക്കും കാര്യങ്ങളും കാണും. കാര്യം പണി നടന്നുകൊണ്ടിരിക്കും, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. കണ്ടോ ഇവിടെയൊക്കെ വണ്ടി കിടക്കുന്നുണ്ടോ. ഓരോരുത്തൊക്കെ വണ്ടിയൊക്കെ വട്ടം വെച്ചിട്ടൊക്കെ പോയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ലോറിയൊക്കെ പെട്ടെന്നായിരിക്കും നമ്മുടെ മുന്നിൽ വന്ന് ചാടുന്നത്. അത് കാരണം ഇച്ചിരി റിസ്ക് ഉണ്ട് ഈ റൂട്ട്. പിന്നെ ഈ ഒരു സമയമാണ്, ഉച്ച സമയമാണ്, നമുക്ക് ടൈം തീരെ ഇല്ല. കാര്യം നമുക്ക് എത്തിപ്പെടാനുണ്ട് കുറേ സ്ഥലങ്ങളിലേക്ക്. നമ്മളതേ നേര്യമംഗലം മറ്റേ ആ ബ്രിഡ്ജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മറ്റേ ഇടുക്കിയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ആ ഒരു കവാടം. ഇതങ്ങോട്ട് കയറി പോകുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല രീതി ബ്ലോക്കുണ്ട്. ഈ അടിമാലി എത്തുന്നവരെ റോഡ് പണി നടക്കുന്ന കാരണം അവിടെ ഇവിടെയൊക്കെ ചെറുതര ബ്ലോക്കും കാര്യങ്ങളും കൊണ്ട് പണി നടക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ബാരിക്കേഡ് വെച്ച് വണ്ടി തടഞ്ഞ് ഓരോ സൈഡൊക്കെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈഡിലൊക്കെ കുഴിച്ച് വിട്ടിട്ടുണ്ട്. അത് കാരണം ഈ റോഡ് ഇച്ചിരി നോക്കിക്കണ്ടൊക്കെ പോകണം. ഒന്നാമത് വളവ് തിരിവാണ്, നമ്മൾ വളഞ്ഞ് ചെല്ലുമ്പോഴായിരിക്കും സൈഡിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചില എനിക്ക് തോന്നുന്നു ഈ റൂട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ റോഡ് ഒരു പ്രാവശ്യം ഒന്നല്ലേ, ഇപ്പം നമ്മൾ സൈറ്റിൽ പോകുന്ന കാര്യം അടിമാലിക്കൊക്കെ അടിമാലി റൂട്ട് കയറുന്ന കാരണം കുറേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോഴും അതൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. റോഡ് പണി എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. ലെങ്ത്ത് കൂട്ടുവാൻ തോന്നുന്നു, ലെങ്ത്ത് അല്ല സൈഡിൻ്റെ മറ്റേ ഇത് കൂട്ടുവാൻ തോന്നുന്നു. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ട് ഈ അടുത്ത് ആരോ എനിക്ക് റീൽസ് ഷെയർ ചെയ്തത്. ഞാൻ എന്തോ എവിടെ പോയ വഴിക്ക് അതും ഇതുപോലെ എവിടെ ട്രിപ്പ് പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരാൾ റീൽ ഷെയർ ചെയ്തതെന്ന്. ഈ റൂട്ട് മറ്റേ കല്ലെങ്ങാണ്ട് വീഴുന്നിട്ടുണ്ടോ സൈഡിൽ നിന്ന്. കുറേ പ്രാവശ്യം അങ്ങനെ അടിമാലി മൂന്നാർ റൂട്ടിൽ ഈ കല്ല് വീഴുന്നതായിട്ട് കുറേ പറയാൻ കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് റീൽ ഷെയർ ചെയ്ത്. ഞാൻ അത് കാരണം ഇപ്പോൾ സൈഡൊക്കെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. എനിക്ക് പേടിയിപ്പോൾ ഈ റൂട്ട് വരുന്നത്. കാര്യം ടപ്പേന്നും പറഞ്ഞാൽ എനിക്ക് ഈ സാധനം വന്ന് വീണ തലയ്ക്ക് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഒരു ഇതുണ്ടായില്ല ആ രീതിക്ക് പെട്ടെന്നായിരിക്കും വന്ന് വീഴുന്നത്. ഈ റൂട്ട് വീഴുന്നുണ്ടെന്നൊക്കെ ഒരു ഇത് പറയുന്നത് കേട്ടു. ഇതൊക്കെ ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരാൾ റീൽ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂട്ട് വരുന്നവർ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ റീലിൽ ഏതോ ഒരു വ്ളോഗറിൻ്റെ റീലായിരുന്നു, അതിനകത്ത് കണ്ടതാണ്. പിന്നെ ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. നമുക്കിനി എത്തേണ്ടത് മാമലക്കണ്ടം ചെല്ലണം, അത് കഴിഞ്ഞ് മാങ്കുളം, അത് കഴിഞ്ഞ് ആനക്കുളം, പിന്നെ ലക്ഷ്മി എസ്റ്റേറ്റ്. ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യണം, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ. കാര്യം നമ്മൾ 5:30-6 മണിക്കുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം. നമ്മൾ ഇപ്പോൾ മാമലക്കണ്ടത്തേക്ക് കയറുന്ന റോഡാണ്. അടിമാലി എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് നേരെ ചെന്ന് കഴിഞ്ഞാൽ മാപ്പിട്ട് വരുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ റൂട്ടിൽ അധികമൊന്നുമില്ല. എനിക്ക് ഇവിടുന്ന് ഇനി കാണിക്കുന്നത് ഏകദേശം 7 കിലോമീറ്റർ കൂടെ മാമലക്കണ്ടത്തിൽ കാണിക്കുന്നുള്ളൂ ഈ അടിമാലിയിൽ വരുമ്പോൾ. പക്ഷെ നമ്മൾ പോകുന്നതും അല്ലെങ്കിൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നതും എല്ലാവരും പോകുന്ന റൂട്ട് മറ്റേ കുട്ടമ്പുഴ ആ റൂട്ടാണ് പോകുന്നത്. അതാണ് ഏറ്റവും നല്ല റൂട്ടും.
കാര്യം ആ കുട്ടമ്പുഴ അങ്ങോട്ട് കയറി എന്തോ ഒരു ശാസ്താവിൻ്റെ ഒരു അമ്പലമുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പം അതുവരെ സാധാരണ ഇതുപോലത്തെ റോഡാണ്, കാടൊന്നും അല്ല, സാധാരണ ഒരു വീടിനകത്തൂടെയൊക്കെ ഇതുപോലത്തെ റോഡ്. ഇതിപ്പോൾ കാടാണ്, പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ വീടിനകത്തൂടെയൊക്കെ പോകുന്ന ഒരു ചെറിയ റോഡ്. പക്ഷേ ഒരു അമ്പലമുണ്ട്, ഒരു ശാസ്താവിൻ്റെ എന്തോ ഒരു അമ്പലമുണ്ട്, എന്തോ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞാണ് അവിടെ ഉള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാര്യം 4 തവണ മാമലക്കണ്ടം പോയിട്ടുണ്ട് ആ റൂട്ട്. അത് കഴിഞ്ഞങ്ങോട്ട് കയറുമ്പോൾ തുടങ്ങുന്ന ഒരു കാട്ട് റോഡുണ്ട്. എൻ്റെ മോനെ, അതൊക്കെ ഒരു വേറെ ലെവൽ റോഡാണത്. ഞാനത് ചൂസ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ടൈമില്ല, കാര്യം ഇപ്പം തന്നെ 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടെ ചെല്ലണം, മാമലക്കണ്ടം ചെല്ലണം, അവിടുന്ന് ആനക്കുളം പോകണം. കാര്യം ആനക്കുളം പോകണമെങ്കിൽ ആ കാട്ട് റൂട്ട് അല്ലാണ്ടുള്ളത് വേറെ ഏതോ കറങ്ങി തിരിഞ്ഞങ്ങാണ്ട് പോകണമെന്ന് തോന്നുന്നു. പിന്നെയുള്ള കാട്ട് റൂട്ടാണ്, അവിടെ കയറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ റൂട്ട് പിടിക്കാം, ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ അവിടെ നിന്ന് ആനക്കുളം ചെല്ലണം. ആനക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥലം, അവിടെ എന്തോ 3 മണിക്ക് 4 മണിക്കൊക്കെ ആന ഇറങ്ങുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കണം. 12 ഇപ്പം തന്നെ 11:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മാമലക്കണ്ടത്ത് കുറച്ച് നേരം നിർത്താൻ പറ്റുകയാണെങ്കിൽ ടൈം അത് നോക്കണം. പിന്നെ ഈ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് പോകണം, അതെന്തോ മൂന്നാർ പോകുന്ന വഴിക്കാണ്. കാര്യം ആ എസ്റ്റേറ്റ് പോകുന്ന റോഡ് മാത്രമേ ഉള്ളൂ പൊളി, വേറെ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ നേരെ മൂന്നാർക്ക് കണ്ടുള്ള റോഡാണത്. ആ റോഡ് നേരെ ചെല്ലുന്നത് മൂന്നാർക്കാണ്. ഈ പോകുന്ന റോഡാണ് പൊളിയെന്നാണ് നമ്മുടെ കൂടെ പോകും. ഇയാളെന്താ വണ്ടി വഴിയിട്ടേക്കുന്നത്? ഇയാളല്ലായിരുന്നു, ചേച്ചിയായിരുന്നു. വണ്ടി സ്റ്റാർട്ടാണില്ലെന്ന് തോന്നുന്നു. ആ റോഡാണ് ഞാൻ പറഞ്ഞ പോലെ പൊളി കാണാൻ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡ് എന്താണെന്ന് നമുക്ക് എന്നാലും പോയി നോക്കാം. ഞാൻ ഇതിൻ്റെ റീൽസ് നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി കെട്ടിയിട്ട് ഒരു ഇൻട്രോ എടുക്കട്ടെ. ഞാൻ ഇതുവരെ ഇൻട്രോ എടുത്തില്ല. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് ഇൻട്രോ ഒക്കെ എടുത്തിട്ട് വണ്ടി എടുക്കുവാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, ഒരു സംഭവം അറിയാതെയാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ് പോകണം. ബാക്കിയെല്ലാം നമ്മൾ പോയിട്ടുണ്ട്, മാങ്കുളം പോയിട്ടുണ്ട്, ആനക്കുളം പോയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പോയിട്ടുള്ള കാര്യമാണ്. മാമലക്കണ്ടം വന്നിട്ടുണ്ട്. ഇത് എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം ഇത് കണ്ടോ, ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ അവസ്ഥ നോക്ക്, ഈ സ്ഥലം നോക്ക്. ഇവിടെയൊക്കെ നേരത്തെ വന്നപ്പോൾ നല്ല പച്ചപ്പായിട്ട് കിടന്ന സ്ഥലം. അതായത് ഞങ്ങൾ മാമലക്കണ്ടത്തിൽ നിന്ന് നേരെ കുട്ടമ്പുഴ അങ്ങനെ വന്നിട്ട് നേരെ അടിമാലിക്ക് കയറി ഇങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് ആ ടൈമിനൊക്കെ. അപ്പോഴേക്ക് ഈ റോഡ് നല്ല രസമായിരുന്നു കാണാൻ. ഇപ്പോൾ ഒരുമാതിരി മരുഭൂമി പോലെ കിടക്കുന്നത്, അവിടെയൊക്കെ വെള്ളമൊക്കെ പറ്റി കിടക്കണ്ട. കാര്യം ഞങ്ങൾ ഈ സൈഡിലൊക്കെ നല്ല മറ്റേ ഒരു സൈഡിൽ ആ പുഴ എഴുതുന്നുണ്ട്, ഒരു സൈഡിൽ പുഴ എന്താ സംഭവമുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രോയ്ക്കകത്ത് പറഞ്ഞത് തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. ഇപ്പം കാണുമ്പോഴത്തേക്ക് ഒരുമാതിരി മരുഭൂമി പോലെ കിടക്കുന്നു. പിന്നെ ഈ ഒരു സ്ഥലം ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പം അതൊക്കെ പറ്റി കിടക്കാം. ഞാൻ വണ്ടി നിർത്താമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ പറ്റി കിടക്കും അവിടെയൊക്കെ. എന്തായാലും അതേ മാമലക്കണ്ട ഇനി കുറച്ചുകൂടി ഇത്തിരി കഴിഞ്ഞാൽ എത്തും. നമുക്ക് എന്തായാലും മറ്റേ ആ സ്കൂളിൻ്റെ അങ്ങോട്ട് പോകാം. മാമലക്കണ്ടം ആ സ്കൂള് ഇത് മറ്റേ മാങ്കുളം പോകുന്ന മറ്റേ റൂട്ടാണ്, കാട്ടുവഴി. ഇതിലൊക്കെ നമ്മൾ പ്രാവശ്യം പോയിട്ടുണ്ട്, പോയതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ. അന്ന് വന്നപ്പോഴും നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഞാൻ മാറി വെക്കുകയാണ്. അവിടെ ഫോട്ടോക്കാരൊക്കെ കൊട്ടെടുത്തിരിക്കുകയാണ്. ഇതാണ് ആ സ്കൂളും ആ ബാക്കിലത്തെ ആ സ്ഥലം. പക്ഷേ ഇവിടെയൊക്കെ ഒരുമാതിരി ഇപ്പോൾ ഞാൻ എന്താ പറയത്തില്ല, ഞാൻ വരുമ്പോൾ മാത്രം ഇങ്ങനത്തെ ഒരു അവസ്ഥ. അന്ന് പെരുന്തുംപാറ പോയപ്പോഴും അത് തന്നെ എന്തുവാ മറ്റേ ഒരുമാതിരി മരുഭൂമി പോലെ നടക്കുന്നതുണ്ട്. ഇവിടെയും അവിടെ ബാക്കിലത്തെ ഇതൊക്കെ നോക്കി ഇവിടെയൊക്കെ ആൾക്കാർ വണ്ടിയൊക്കെ ചോദിച്ച് ഫോട്ടോ എടുക്കും. ഞാൻ ഇത് വന്നിട്ടുണ്ട്, ഞാൻ അതുകൊണ്ടാണ് അത് നമ്മൾ മാമലക്കണ്ടത്ത് ആ ഒരു ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു അമ്പലത്തിൻ്റെ ബോർഡ് കാണും. ആ ബോർഡ് നേരെ ഇങ്ങോട്ട് കയറി വരുന്നത് ഒരു മാമലക്കണ്ടം എന്തോ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആ റോഡിന് കാണാൻ പറ്റും ഈ ഒരു സ്കൂള്. എല്ലാവരും അതിന് ഫോട്ടോ എടുത്ത് നിൽക്കും. ഇവിടെ ഒരു വന്യജീവി നിൽക്കുന്നു. ഈ റോഡ് നേരെ മറ്റൊരു കാട്ട് റൂട്ടാണ്, നമ്മുടെ മാങ്കുളം ഇപ്പോൾ കാണുന്ന ഇങ്ങനത്തെ റോഡാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു എന്തോ ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ്. ആ സമയത്ത് അവിടെ വണ്ടിയൊന്നും കയറ്റി കൊടുത്തില്ല, ഒരിടത്ത് തുറന്നു വിടുകയും ചെയ്യുന്നതാണ് ആ റോഡ്. എന്തോ പണിയൊക്കെ നടക്കുന്ന കാരണം ആ റോഡ് തുറന്നിട്ടുണ്ട്. നമ്മുടെ ഒരു വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്, അതായത് നമ്മുടെ ഹുണ്ടായുടെ ഈ മെഷീനും അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ടീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ റൂട്ട് കാട്ട് റൂട്ട്. അവിടെ എന്തോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതല്ല റോഡ്, ഇവിടുന്ന് ഇനി ഉണ്ട് ഒരു 6 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ആ റോഡ്. നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ അതിൻ്റെ ഷോർട്സിലാണ് തോന്നുന്നു, ഷോർട്സിൽ വ്ലോഗായിട്ട് എന്തോ ഇട്ടിട്ടുണ്ട് ഞാൻ മാങ്കുളത്തിൻ്റെ. എന്തായാലും ഇനി ഇവിടെ നേരെ മാങ്കുളം പോകാം, മാമലക്കണ്ടം വന്ന്. മറ്റേ റൂട്ടാണ് നല്ല അടിമാലി വരുന്ന റൂട്ട് വലിയ കുമ്പൊന്നുമില്ല. മറ്റേ കുട്ടമ്പുഴ കയറി വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാണുകയും ചെയ്യാൻ നല്ല കിടിലൻ വ്യൂ ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഇനി എന്താ അവസ്ഥയെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം, അവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഇവിടുന്ന് ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരും സ്കൂളിൻ്റെ ഫോട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. നമുക്ക് വലിയ പരിപാടിയൊന്നും ഇത് മാങ്കുളം പോകണം, ആനക്കുളം അങ്ങനെ കയറി പോയി തിരിച്ച് കറങ്ങാനാണ് വിചാരിക്കുന്നത്. നമുക്ക് ടൈമില്ല, അതുകൊണ്ട് പോയേക്കാം. അപ്പോൾ നിങ്ങൾ ഇതെന്താ ഇങ്ങനത്തെ അവസ്ഥ, ഒരു മരുഭൂമി വാക്കണത്. ആ റോഡായാലും ഇപ്പോൾ അങ്ങനത്തെ അവസ്ഥ. ഞാനൊക്കെ വന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ മാമലക്കണ്ടം 1, 2, 3, 4 തവണ വന്നിട്ടുണ്ട്.
റോഡ് ഓപ്പണായി, വണ്ടി അങ്ങോട്ട് പോകുന്നു. എപ്പോൾ വന്നപ്പോഴും നല്ല കിടിലും ഇതായിരുന്നു വഴി കയറി. ഇപ്പോൾ ഒരുമാതിരി മരുഭൂമി കിടക്കും. അപ്പോൾ എന്തായാലും പിന്നെ വരാം. നമ്മളപ്പോൾ മാമലക്കണ്ടത്ത് നേരെ മാങ്കുളം പോകുന്ന റോഡാണ്. ആ കാട്ട് റോഡല്ലാണ്ട് ഇനി അതായത് മാങ്കുളത്തേക്ക് പോകുന്ന ഒരൊറ്റ റൂട്ടാണ്. അതായത് നമ്മൾ മാമലക്കണ്ടത്തേക്ക് വരുന്ന റോഡ് തിരിച്ചിറങ്ങി പിന്നെ മൂന്നാറേക്ക് പോകുന്ന റോഡ്, അതായത് മൂന്നാർ മാങ്കുളം അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ്. മൂന്നാറേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. എനിക്ക് അവിടെ നിന്ന് മാമലക്കണ്ടത്തു നിന്ന് ഈ സ്ഥലത്തേക്ക്, അതായത് മാങ്കുളത്തേക്ക് 40 കിലോമീറ്റർ ഉണ്ട് കാണിക്കുന്നത്. കാട് റോഡ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ, അതായത് ആ റോഡ് ഓടിച്ച് പോകുന്നവർക്ക് 1 മണിക്കൂർ ഏതാണ്ട് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. 1 മണിക്കൂർ ഏതാണ്ട് ഉണ്ടെന്ന് തോന്നണം. 10 കിലോമീറ്റർ 20 കിലോമീറ്റർ പോലും ഇല്ല. ആ ഒരു ഓഫ് റോഡാണ്. അത് ഓടിച്ചെത്തുമ്പോൾ 1 മണിക്കൂറൊക്കെ ആവും. ഈ പോണ റോഡ് 40 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇത് 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട് ഈ നമ്മുടെ മാങ്കുളത്തേക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റോഡായിരിക്കും നല്ലത്. നല്ല റോഡാണ്, വിട്ടടിച്ച് പോവുകയും ചെയ്യാം. അങ്ങനത്തെ റോഡാണ്. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അധികം. അങ്ങനത്തെ ഒരു ഒഴിഞ്ഞ റോഡാണ്. കുറച്ച് നേരം വണ്ടി പിടിച്ച് കിടക്കണമെങ്കിൽ അങ്ങനെ പോകാം. പിന്നെ മറ്റേ റോഡ് ഓപ്പൺ അല്ല. അപ്പോൾ ഇത് മാത്രമേ നമുക്കുള്ള ഓപ്ഷനുള്ളൂ. അതിപ്പോൾ ഓപ്പൺ ആണോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ ആ റൂട്ട് പോകണമെന്നുണ്ട്. അതും പക്ഷേ ആ ഓഫ് റോഡാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കയറി വരാം. കാര്യം ഒറ്റ മനുഷ്യവാസം ഇല്ലാത്തൊരു ഏരിയയാണത്. നമ്മൾ കയറിയൊരു 10 കിലോമീറ്ററിനുള്ളിൽ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കുറച്ച് വീടുകൾ കാണാം. അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ മാത്രമാണ്. അതായത് ആ ഏരിയ താമസിക്കുന്ന അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു കടയുണ്ട്. കട കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു 4-5 വീടുണ്ട്. പിന്നെ കയറുന്ന റിസർവ് ഫോറസ്റ്റാണ്. റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് അത് തന്നെ കാട് മാത്രമേ ഉള്ളൂ. പിന്നെ കാടിൻ്റെ ഉള്ളിൽ മാത്രം കുറച്ച് ആദിവാസി ഊരുണ്ട്. അവിടെ അത് നമുക്ക് വെളിയിലൊന്നും നിന്ന് കഴിഞ്ഞ് കാണത്തില്ല. അത് കാട്ടിനുള്ളിലാണ്, ഉൾക്കാട്ടിലാണ് ആദിവാസി ഊരുള്ളത്. അതല്ലാണ്ട് വേറെ മനുഷ്യന്മാരത് പറയാനായിട്ട് പിന്നെ ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതിനുള്ളിൽ ആളെന്ന് പറയുന്ന ഒന്നുമില്ല. കുറേ കാടും കുറേ വെള്ളം പുഴയും അതും അല്ലാണ്ട് വേറൊരു സാധനം അങ്ങോട്ട് കയറിപ്പില്ല. അത് കാരണം വണ്ടി ഇടയ്ക്ക് വെച്ച് നിന്നാലോ എന്തെങ്കിലും വന്നാലോ ഓടാനോ എങ്ങോട്ട് പോകാനോ ഒരു വഴിയില്ല. 2 സൈഡിൽ കാട്, അപ്പുറത്ത് താഴെ കൊക്ക, അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള റോഡാണ്. നമുക്ക് ഓടാനോ നടക്കാനോ പിന്നൊന്നും ഓപ്ഷനില്ല. എന്ത് വന്ന് മുന്നിച്ചാടിയാലും അവിടെ നിന്ന് കൊടുത്ത് ചാവാനെന്നുള്ള ഓപ്ഷൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവിടെ എന്താ വെള്ളച്ചാട്ടം. നമ്മളതേ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയപ്പം ഇവിടെ മറ്റേ ജീപ്പ് സഫാരി ടീം വണ്ടി ഓട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. അവർ പോയിപ്പോൾ അവർ ഫോട്ടോ എടുക്കണം കണ്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഫോട്ടോ എടുക്കണാണ്ട് വെറുതെ ചവിട്ടി. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇത്ര നേരം വണ്ടി ഓടിച്ചിട്ട് ഒരു നല്ല രീതിയിൽ ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു ഇത് കാണുന്നത് ഇപ്പോൾ വെള്ളച്ചാട്ടം എന്ന് പറയണ്ട, ഒരു പുഴ ഒഴുകി വരുന്നൊരു സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ല രീതിക്ക് വെള്ളമുള്ളവരെണ്ണം കാണുന്നത് ഇപ്പോഴാണ്. എന്താ ജീപ്പ് സഫാരി ടീമാകുന്നത്. ഇവിടെ ഫുള്ള് അത് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് കയറി വരുന്ന എല്ലാ ജീപ്പ് സഫാരി ഇത്ര രൂപ, ജീപ്പ് സഫാരി അത്ര രൂപ, ഓഫ് റോഡ് ജീപ്പ് സഫാരി മറ്റത് എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ബോർഡ് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ മറ്റൊക്കെ അതെ ഒരു സാധനം വരുന്നുണ്ട്. KSRTCയുടെ മറ്റേ ഉല്ലാസയാത്രയുടെ ബസ്സും വരുന്നുണ്ട്. ബസ്സല്ലേ ഇത് വരുന്നുണ്ടല്ലോ. അതാ വരുന്നത് KSRTCയുടെ മറ്റേ ഉല്ലാസയാത്ര ബസ് അതുമുണ്ട്. അതാണ് തോന്നുന്നത് ഉല്ലാസയാത്ര എന്ന് തോന്നുന്നത്. അങ്ങനത്തെ ബസ്സുകളുമാണ് ഇപ്പോൾ ഇവിടെ ഈ റൂട്ട് വരുന്നത്. പിന്നെ നമുക്ക് സമയം അധികമില്ല. അപ്പുറം കൂടെ ഇറങ്ങാൻ വഴിയുണ്ട്. നമുക്കങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം തന്നെ 1 മണിയാകാറായി വരുന്നുണ്ട്. സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ 40 ഇപ്പം ഇനി ഇവിടുന്ന് 20 കിലോമീറ്റർ കൂടെ കഴിവുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലണം. മാങ്കുളം ചെല്ലണം, ആനക്കുളം ചെല്ലണം. ടൈമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വല്ല ആനയും പുലിയൊക്കെ വന്ന് ചാടുമെന്ന് അറിയത്തില്ല. കാട്ട് റോഡാണ് ഇതൊക്കെ. അങ്ങോട്ട് ഞാൻ ഈ റൂട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അത് കാരണം എനിക്ക് ഈ റൂട്ട് അത്ര പരിചയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മാങ്കുളം വരുന്ന റോഡുണ്ടല്ലോ, അതായത് നമ്മുടെ മാമലക്കണ്ടത്തു നിന്ന് വരുന്ന റോഡ്, അവിടെ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചാടാം. മനുഷ്യവാസം പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റത്തില്ല. കാടാണ്, റിസർവ് ഫോറസ്റ്റാണ്, ആന ഇറങ്ങുന്ന സ്ഥലങ്ങൾ കൂടിയാണ്. പിന്നെ സൈഡിലൊക്കെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, താഴെ കൊക്കയും ഞങ്ങൾക്ക് സെറ്റപ്പ്. അത് കാരണം എന്ത് വന്ന് മുന്നിൽ ചാടിയാലും തിരിച്ചോടാൻ ഒരു വഴിയില്ല. അവിടെ ഒന്നെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ചത്തു കൊടുക്കുക, അല്ലെങ്കിൽ നേരെ കൊക്കച്ചാടി ചാവുക. ചാവാറ്റെന്നല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. മരണം മാത്രമേ ഉള്ളൂ അവിടെ. കണ്ടോ അവിടെ ആൾക്കാരൊന്ന് ഫോട്ടോ ഒക്കെ എഴുതുന്നു. അപ്പുറമാണ് തോന്നുന്നു ഇറങ്ങുന്ന വഴി. അത് കണ്ട് എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കണമെന്നുണ്ട്. നല്ല വൈബ് കേട്ടോ. ചില തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. കോട ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങോട്ട് കയറിയിട്ട് തണുപ്പുണ്ട്, നല്ല രീതിയിൽ തണുപ്പുണ്ട്. ചെറുതായിട്ട് തണുപ്പ് ഫീൽ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ എന്തോ കോട ഇറങ്ങുന്ന രീതിക്കും ഉണ്ട്. ഞാനപ്പോൾ അതാണ് സംഭവം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെല്ലാനുള്ളത് മാങ്കുളം
മാങ്കുളത്ത് കാണാൻ ഒന്നുമില്ല, എനിക്ക് തോന്നുന്നത് വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആ റോഡാണ് പൊളിയും തോന്നുന്നു. കണ്ടിട്ട് ഈ റോഡ് മാത്രമേ പൊളി, വേറെ കാണാനായിട്ട് കാര്യമില്ല. പിന്നെ ആനക്കുളം അവിടെ ചെന്ന് കഴിഞ്ഞാൽ 3 മണിക്കൊക്കെ ആന ഇറങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിഞ്ഞുകൂടാ. അത് നമ്മൾ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ അന്ന് ചെന്നപ്പോഴൊന്നും ആന കണ്ടില്ല, പക്ഷെ അവിടെ നിന്ന് കുളിച്ചു നമ്മൾ പോകുന്നു, ആ ഓഫ് റോഡ് ഇറങ്ങി പോകുന്നു, അത്രേ ഉള്ളായിരുന്നു അന്നത്തെ സെറ്റപ്പ്. പക്ഷെ അന്ന് പോയ ആ റോഡ്, ആ ഓഫ് റോഡ് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ സ്വന്തം റിസ്കിൽ മാത്രം പോവുക. റോഡ് നല്ല ഇതാണ്, കാര്യം ജീപ്പ് പോകുന്ന വഴിയാണ്, പാറക്കല്ല് മാത്രമുള്ള റോഡാണ്. അതുകൊണ്ട് വണ്ടിയൊക്കെ നല്ല വണ്ടിയാണെങ്കിൽ മാത്രം എടുത്തുകൊണ്ട് പോവുക. കാര്യം ഷോക്കൊക്കെ ഒടിയുന്ന രീതിക്കുള്ള റോഡാണ്, ഓഫ് റോഡാണ്, ജീപ്പ് പോകുന്ന വഴി മാത്രമാണത്, കാടാണ്. ഇതെല്ലാം മനസ്സിൽ വിചാരിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ അതിനുള്ള റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ പോവുക. കാര്യം നമ്മളൊക്കെ അവിടെ കിടന്ന് ചത്താൽ പോലും ആരും അറിയാൻ വരുന്നില്ല. കാര്യം ജീപ്പുകാർ മാത്രമേ പോകുന്നുള്ളൂ, അവർ കണ്ടാൽ എടുത്തോണ്ട് പോകും. ഇല്ലെങ്കിൽ ഞാൻ തൂത്തുകാർ കൊക്കാരം കാണി വെറുതെ കഴിഞ്ഞാൽ തീർക്കും, അത്രേ ഉള്ളൂ. ആ രീതിക്കുള്ള റോഡാണ്. പിന്നെ ഫോറസ്റ്റുകാർ ഈ നമ്മളിപ്പോൾ അവരും ചെക്കിങ്ങിന് വരുമായിരിക്കും, അങ്ങനെ കണ്ടാലേ ഉള്ളൂ. അങ്ങനത്തെ റോഡ് കൂടെയാണ്. പിന്നെ ആ റോഡ് നല്ല രസമാണ് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്റർ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ അങ്ങനെ എടുത്ത് ഞങ്ങൾ ഈ ആനക്കുളം വന്ന് ചാടാൻ. ആനക്കുളം വന്ന് ചാടുന്ന റോഡും പൊളിയാണ്. കാര്യം നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ആന വെള്ളം കുടിക്കാൻ വന്നിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആനക്കുളം എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന സ്ഥലത്തും ആന വെള്ളം കുടിക്കാൻ വരുമെന്നൊക്കെയാണ് പലരും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അന്ന് ആ റോഡ് വന്നപ്പോഴും ഞങ്ങൾ കാട്ടിനുള്ളിൽ ഒച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ കമ്പടിക്കുന്ന മാതിരി വെച്ചും പിന്നെ കാട്ടിനകത്ത് സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. സമയം ഇപ്പോൾ 2:11 ആയിട്ടുണ്ട്. നമുക്കിനി ചെല്ലാൻ ഇത്ര ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇനി ഇവിടുന്ന് 20 കിലോമീറ്റർ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ആനക്കുളം ചെല്ലണം. അതും ആനക്കുളം അവിടെ നിന്ന് ഇനി കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. മാങ്കുളത്തുനിന്ന് എനിക്ക് തോന്നുന്നു 6 കിലോമീറ്റർ 5 കിലോമീറ്റർ അങ്ങനെ പറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഈ ആനക്കുളത്തേക്ക്. അപ്പോൾ അവിടേക്ക് ഇനി പോവാം. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് പോകണം. ഈ ലക്ഷ്മി എസ്റ്റേറ്റ് പോകണമെങ്കിൽ ഈ വന്ന റോഡെല്ലാം തിരിച്ചിറങ്ങി പോകണം. ഇതിപ്പം മാങ്കുളം ആനക്കുളം പോകുന്ന റോഡാണ്. ഇത് നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകണം, അതായത് മൂന്നാർ റോഡ് കയറി പോകണം. അതാണ് ഇനിയുള്ള ഓപ്ഷൻ. നമുക്കെന്തായാലും ഇവിടുന്ന് വിട്ടടിച്ച് പോകാം. സമയം നോക്കിയത് വേറെ ഒന്നുമില്ല, ഈ സമയമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരിക്കണമെന്നുണ്ട്. കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് ഇരുന്നിട്ട് നേരെ തിരിച്ച് പോകാനുള്ള പ്ലാനാണ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല വേറെ ലെവലൊരു വൈബാണ്. റോഡെല്ലാം പൊടി, നമുക്ക് കുറച്ച് നേരം ഈ കാട്ടിനകത്ത് കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോവുക. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പോ അങ്ങനെയൊക്കെ വരാം. പിന്നെ സ്റ്റേ ചെയ്യാൻ ഹോം സ്റ്റേകളൊക്കെ ചെറുപാടുണ്ട്. അത് കാരണം ഇവിടെ മറ്റേ ആനക്കുളത്ത് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഹോം സ്റ്റേയും കാര്യങ്ങളുണ്ട്, ഹോട്ടലുകളുമുണ്ട്, കാര്യങ്ങളുണ്ട്. അത് കാരണം സ്റ്റേ ചെയ്ത് ഈ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സമയമൊക്കെ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അവിടെ കടക്കാരടക്കം ഞങ്ങളന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർക്കൊക്കെ കാര്യങ്ങൾ കറക്റ്റ് സമയം കാര്യങ്ങളും അറിയാം. പിന്നെ അവിടെ ഫോറസ്റ്റുകാരും ഉണ്ട്, അവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. അപ്പോൾ സ്റ്റേ അടിച്ച് അങ്ങനെയൊക്കെ ആനയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 3 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. അതായത് നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഫ്രണ്ടിലെ മറ്റേ ജീപ്പ് സഫാരി ടീം പോകുന്നുണ്ട്. അവരെന്താ ഫോട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ട്. പിന്നെ തേയിലുണ്ടാവും 2 സൈഡിൽ തേയിലത്തോട്ടം. ആ ഒരു വ്യൂ ആണ് മേനെ പൊളി. ഈ 2 മണി സമയമാണെങ്കിലും അതിൻ്റെ ഒരു ഇത് അറിയുന്നില്ല, ചൂടും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ 2 മണിയാണെന്നൊന്നും പറയത്തില്ല. ഇപ്പോൾ 2:30 ആകാറായി വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 2:30 ആണെന്നൊന്നും പറയത്തില്ല. നല്ല തണുപ്പ് കൊണ്ട് റോഡും പൊളിയാണ്. പിന്നെ ഇങ്ങോട്ട് കയറി വരുന്ന കുറച്ച് റോഡ് മാത്രമേ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുള്ളൂ. അതല്ലാണ്ട് ബാക്കി ഇത്ര നേരം വന്നതിൽ ഈ റോഡൊക്കെ നല്ല ക്ലീൻ റോഡാണ്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ വണ്ടി ഓടിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു വൈബ് ചെയ്ത് പോകാൻ പറ്റിയ റോഡാണ്. ഇപ്പം ഇനി മാങ്കുളം എത്താറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ ആനക്കുളത്തേക്കാണ് വിടുന്നത്. മാങ്കുളത്ത് പിന്നെ കാണാൻ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് നേരം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാം എന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെയോ ടൈഗർ എന്തൊക്കെയോ കേവോ അങ്ങനെ ഏതാണ്ടൊക്കെ ഇപ്പോൾ വന്ന വഴിക്ക് ഞാൻ കണ്ടു. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ എന്തോ ഒരു വെള്ളച്ചാട്ടമാണ് എന്തായാലും എന്ത് സെറ്റപ്പ് കൂടിയുണ്ട്. അതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കറങ്ങി നടന്നോ, എനിക്കിങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ. പിന്നെ എല്ലാവരും ചോദിച്ചിട്ട് ഈ സോളോ റൈഡ് അടിക്കുന്നത് എന്താണ്, സോളോ റൈഡ് നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് പോകൂടെ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ഫ്രണ്ട്സായിട്ട് പോകും. എന്താ ദൈവമേ, ഇതൊക്കെ കയറി വരുമ്പോൾ നമുക്ക് വളവാതെ പോലും നോക്കാൻ വേണ്ടിയിട്ട് കയറി വരിക. നമുക്ക് ഫ്രണ്ട്സായിട്ട് പോകുന്നെങ്കിൽ അങ്ങനെ പോവാം, സോളോ റൈഡ് പോകുന്നെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ കപ്പിൾസായിട്ട് പോകുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പോവാം. റൈഡിന് അങ്ങനെ നിയമമൊന്നുമില്ല, ഇങ്ങനെ പോകാനുള്ള നിയമമൊന്നുമില്ല. നമുക്കൊരൊറ്റ മൈൻഡ്. എൻ്റെ ഒരു ഇത് പ്രകാരമാണെങ്കിൽ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ ഞാൻ പോകും, അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളപ്പോൾ ഫസ്റ്റ് എടുത്താണ് ആ പോയി ജയിച്ചേ കണ്ടു.
ഇവരുടെ എന്തോ മഞ്ഞളും അപ്പുറത്തെ എന്താണ് മറ്റേ ജാതിൻ്റെ പൂവൊക്കെ ഉണക്കായിട്ടുണ്ട്. ആളിപ്പോൾ അവിടെ നിന്ന് അതാന്ന് തോന്നുന്നു വീട്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നല്ല ചേച്ചിയായിരുന്നു. ഇതാണ് നമ്മുടെ ആനക്കുളം. ആനയൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലം. നമ്മൾ മാമലക്കണ്ടത്തുനിന്ന് വരുമ്പോൾ ഒരു ഓഫ് റോഡുണ്ട്. അതെനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകണ വഴിയും കണ്ടാന്ന് തോന്നുന്നു. അതായത് മാമലക്കണ്ടത്തുനിന്ന് നമ്മൾ ഞാൻ പറഞ്ഞ കാട്ട് റൂട്ട് മാങ്കുളം ആനക്കുളം വഴി അല്ല, അതായത് മാമലക്കണ്ടത്ത് നേരെ ആനക്കുളം വന്ന കണ്ടി ചാടും. ആനക്കുളം അങ്ങോട്ടാണ് വന്ന് ചാടുന്ന സാധനം. ആ വന്ന ഒരു വഴിയുണ്ട്, ഞാൻ കാട്ടിത്തരാൻ പറ്റുവാണെങ്കിൽ കാട്ടിത്തരാം. അതിൻ്റെ എൻഡ് അതായത് ഇതുപോലത്തെ ഒരു റോഡ്, ഇതുപോലത്തെ അതായത് ഇതിൻ്റെ ഇതേ സാധനത്തിൻ്റെ അവിടെ കൂടെ ഇങ്ങനെ വരുന്നതാണ്, അതായത് ക്രോസ് ചെയ്ത് വരുന്നതാണ് നമ്മൾ ആ ഒരു ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ. അതായത് ഈ ഇതുപോലത്തെ പാർക്കലൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞ ആ ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ കാണുന്നത്. ഇതെന്താ ഒരു ഷെഡുണ്ട്. നമ്മളിത് ഇവിടെ വണ്ടി ഇവിടെ വെച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നതാണ് കുവൈറ്റ് സിറ്റി. സാധനം ആനയൊക്കെ ഇറങ്ങും. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. വൈകിട്ട് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആന ഇറങ്ങുന്നതൊക്കെ നല്ലപോലെ കാണാം. ഞങ്ങളന്ന് മാങ്കുളത്ത് വന്നപ്പോഴും അന്ന് ആ ഓഫ് റോഡ് അടിച്ച് വന്നപ്പോഴും ആന എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ കാട്ടി സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അതായത് ആനച്ചൂരടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ ആന വരുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, അതായത് പിണ്ടത്തിൻ്റെ പോലും നമ്മൾ പറയുന്ന ആനച്ചൂരെന്ന് പറയുന്നത്. അതിനെന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞു. ആനച്ചൂരടിക്കുമെന്ന് പറയില്ലേ ആന അടുത്തുണ്ടെങ്കിൽ. സംഭവം ആ സാധനമൊക്കെ ഞങ്ങളന്ന് ആ കാട്ടിക്കൂടെ വന്നപ്പോൾ കിട്ടിയായിരുന്നു. ഒച്ച കേൾക്കണ്ടായിരുന്നു. പട്ടപ്പട്ടയെന്ന് പറഞ്ഞ് ഈ കമ്പ് പിടിക്കുന്ന മാതിരിയൊക്കെ സൗണ്ട് ഞങ്ങളന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഒന്നാമത്തെ കാര്യം ഞങ്ങൾ കയറിയത് ആ ടൈമിന് കയറാൻ പറ്റാത്ത സമയത്താണ് കയറിയത്. ഒരു പുള്ളിക്കാരനാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അതായത് അവിടെ താമസിക്കുന്ന ഒരു പുള്ളി ആളെ പരിചയക്കാരാണെന്ന് പറഞ്ഞാണ് കയറ്റി വിട്ടത് ഞങ്ങളെ. അതുകൊണ്ട് മാത്രം കയറിപ്പോയതാണ്. അങ്ങനെ കയറിയത് കൊണ്ടും ഒന്നാമത്തെ കാര്യം ഫോറസ്റ്റിൻ്റെ അനുമതിയില്ലാതെ കയറാൻ പറ്റിയില്ല. പിന്നെ അവിടെ താമസിക്കുന്നവർ കൊണ്ടുപോയാൽ മാത്രം, അതായത് അതിന് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആ കാട്ടിൻ്റെ അവിടെ, അതായത് അവിടെ കുറച്ച് വീടുണ്ട്. നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കയറുന്നിടത്ത് കുടിലുകളാണ്, ആദിവാസി കുടിലുകളാണ്. അതായത് ആദിവാസി ഏരിയയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് മനുഷ്യ, അതായത് ആദിവാസികളല്ലാത്ത അവിടുത്തെ ടീം, അതായത് മാമലക്കണ്ടത്തെ ടീം താമസിക്കുന്ന, പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് ആദിവാസി കുടികളാണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ ആ ചേട്ടൻ. അത് കഴിഞ്ഞാൽ പിന്നെ റിസർവ് ഫോറസ്റ്റിനകത്താണ് തന്നെ ആദിവാസി കുടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ താമസിക്കുന്നുണ്ട്. അതല്ലാതെ പിന്നെ ഇപ്പുറത്ത് നമ്മൾ ചെക്ക് പോസ്റ്റ് കയറുമ്പോൾ തന്നെ 4-5 വീട് കാണും. അവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാട് മാത്രമേ ഉള്ളൂ. കാടും കുറേ ആനകളും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല സ്ഥലത്ത്. അത്യാവശ്യം വഴിക്ക് ഉമ്മാതിരി ഒരു കാട്ട് റൂട്ടാണത്. അത് എൻഡ് ചെയ്യുന്ന ഇതുപോലെ ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരും. അതായത് അങ്ങനെ ആ റോഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചാടി കല്ലിൻ്റെ ഇടയിൽ കൂടെ കിടത്തുകൊണ്ടാണ് വരുന്നത്. ഞങ്ങളന്ന് വന്നതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എനിക്ക് തോന്നുന്നു ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ എനിക്ക് തോന്നുന്നു. നമ്മളപ്പോൾ കുവൈറ്റിലെത്തില്ലേ, കുവൈറ്റ് സിറ്റി കുവൈറ്റ്. ഇത് ആനക്കുളം. സംഭവം ഇതാണ് ആനക്കുളം എന്ന് പറയുന്നത്. ആനക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആനക്കുളത്ത് തന്നെയാണ്. കുറച്ചുകൂടെ പോകണം തോന്നുന്നു ഇവിടുന്ന്. എനിക്കിനിയും കാണിക്കുന്നുണ്ട്. ഇനി എത്ര 3 കിലോമീറ്റർ പറ്റേ കൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഉണങ്ങി കേട്ടോ. നല്ല വെള്ളം വരും തോന്നുന്നുണ്ട്. അതിന് വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി പിന്നെ സ്ഥലം അത്. ഞങ്ങൾ വന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നു അത്യാവശ്യം. വെള്ളം കുറഞ്ഞ സമയമായിരുന്നു ഞങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്നൊരു റോഡാണ് നമ്മുടെ ആനക്കുളം. ഞങ്ങൾ അന്ന് വന്നപ്പോഴും ആനയൊന്നും കണ്ടില്ല കാര്യമായിട്ട്. ആനയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. പക്ഷേ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ആകും, മൃഗങ്ങളൊക്കെ ആകുന്ന സ്ഥലമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളന്ന് വന്ന് എനിക്ക് തോന്നുന്നു പോയിട്ട് അടുത്ത ദിവസം കണ്ട് ഞാനൊരു ഇത് കണ്ടു, ഒരു വീഡിയോ. അതിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളാ നിന്ന സ്പോട്ടിൽ ആന വെള്ളം കുടിക്കുന്നതിൻ്റെ ഏതൊരു വ്ളോഗറാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഏതോ ഒരു വ്ളോഗറിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ കണ്ടതാണ്. ആന അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു. ഞങ്ങൾ അന്ന് ആ വന്ന റോഡ്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഈ സാധനമൊന്നും കണ്ടില്ല. അവിടെ ആൾക്കാർ പെയ്യന്മാരൊക്കെ നിൽക്കുന്നു. എന്താ പയ്യനൊക്കെ അവിടെ നിൽക്കുന്നു കേട്ടോ. ഇവരുടെ ഇവിടുന്ന് കയറി വന്നു അവിടെ താമസിക്കുന്നവരെ. പിന്നെ നമ്മുടെ എന്തോ ഒരു ഇതുണ്ട്, മറ്റേ എന്താ പറയുക, വാച്ച് ടവർ ഹട്ടോ അങ്ങനെ എന്താ സെറ്റപ്പ് ഉണ്ട്. പിന്നെ മറ്റേ KSRTCൻ്റെ ഉല്ലാസയാത്ര വണ്ടിയൊക്കെ അവിടെ നിരന്ന് കിടപ്പുണ്ട്. അതൊക്കെ ഇട്ടൊക്കെ അവിടെ പോകുന്ന ടീമാണ്. അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങൾ. നല്ല ഡ്രസ്സിട്ട് നടക്കാൻ പോകുന്നത്. പോലീസിയും പിടിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർ തെല്ല് പറയുന്നു. അതായത് നമുക്ക് ആനക്കുളം കൂടെ കണ്ടിട്ട് തിരിച്ച് നമ്മുടെ റൂമിലുള്ളവർക്ക് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി എസ്റ്റേറ്റ് മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് റൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ സമയം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം തന്നെ 3 മണിയായി. വേണമെങ്കിൽ ആന വെള്ളം കുടിക്കാൻ തന്നെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എടുക്കണമെന്നുണ്ട്. അതിന് വേണ്ടി ആനക്കുളം വന്നു. ആനക്കുളം മെയിൻ പേര് വരാൻ കാര്യം അത് തന്നെ, ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലം. ഇപ്പോൾ ആ ചേച്ചിയും പറഞ്ഞത് തന്നെ 10-15 എണ്ണമൊക്കെ ചിലപ്പോൾ കയറി വരുന്നു വെള്ളം കുടിക്കാൻ. ഡെയിലി വരാറുണ്ട് ആ ചേച്ചി. ഇപ്പോൾ സംസാരിച്ച ചേച്ചി എന്നോട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്. അതായത് രാവിലെ ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ വൈകിട്ടത്തെ സമയത്തുണ്ട്. കണ്ടിട്ട് വേണം പൊക്കോളാൻ പറഞ്ഞു എന്നോട്. ചേച്ചി പറഞ്ഞു അങ്ങനെ വൈകുന്നേരം നിൽക്കുവാണെങ്കിൽ ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന കാണാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ സമയം ഏകദേശം 3 മണിയായി. ഇതൊന്നും ഈ 3 മണി 4 സമയത്തൊക്കെയാണ് വെള്ളം കുടിക്കാൻ ആന ഇറങ്ങാറുള്ളത് അല്ലേ. അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഇനി നമ്മൾ തന്നെ ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ ചെന്നിട്ടുള്ളത് എൻ്റെ ഒരു ഐശ്വര്യ പ്രകാരം വേണമെങ്കിൽ ആന വെള്ളം കുടിക്കാൻ ഇനി ആ പഞ്ചായത്ത് കയറത്തില്ലായിരിക്കും.
എൻ്റെ ഐശ്വര്യം കൊണ്ട്. കാര്യം ഞാൻ പരുന്തുംപാറ പോയപ്പോഴും അത് തന്നെ. പരുന്തുംപാറയ്ക്ക് എങ്ങനെ കിടന്ന പരുന്തുംപാറ എന്നറിയോ? പക്ഷേ എനിക്കൊന്ന് വീട് ഞാൻ പറഞ്ഞില്ലേ എന്താ ജീപ്പ് വരണം, ജീപ്പ് സഫാരി. പരുന്തുംപാറയൊക്കെ ഒരുമാതിരി മരുഭൂമി പോലെ കിടക്കുന്നു. ഇന്ന് മാമലക്കണ്ടത്ത് വന്നപ്പോൾ എനിക്കൊന്നും ഇപ്പം മൂന്നാമത്തെ നാലാമത്തെ കണ്ടായി മാമലക്കണ്ടം വരുന്നത്. വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ കാണുന്നു. അതായത് ഒരു മരുഭൂമി കിടക്കുന്ന പോലെ. പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റേ പൂയംകുട്ടി കുട്ടമ്പുഴ ആ റൂട്ട് കയറി വരികയാണെങ്കിൽ നല്ല കിടിലും വ്യൂസും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വെള്ളച്ചാട്ടം ഉണ്ട് തോന്നുന്നു. പിന്നെ ഒരു മറ്റേ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, പിള്ളേർ കളിക്കുന്ന ഒരു കിടിലും ഗ്രൗണ്ട് ഉണ്ട്. അത് നല്ല കിടിലും ലൊക്കേഷൻ. എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ മറ്റേ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അന്ന് മാമലക്കണ്ടം പോയതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ വരുവാണെങ്കിൽ ആ റൂട്ട് പിടിക്കുന്നതായിരിക്കും ബെറ്റർ. കുട്ടമ്പുഴ പൂയംകുട്ടി മറ്റേ വെള്ളച്ചാട്ടമുണ്ട്, അത് കാണാം. പിന്നെ കുട്ടമ്പുഴ ആ ഒരു കാട്ട് റോഡുണ്ട്, പൊള്ളിയെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വൈബാണ്. ഞാനിപ്പോൾ എന്തായാലും ആ റോഡല്ല വന്നത്, അടിമാലി വഴിയുള്ളൊരു ആ വഴിയാണ് വന്നത്. പക്ഷേ ആ റോഡ് ഞാൻ ആ റോഡ് കണ്ടിട്ട് എനിക്ക് ഒരുമാതിരി കിട്ടും. ഞങ്ങൾ തിരിച്ചു പോയാൽ എനിക്ക് തോന്നുന്നത് ആ റോഡായിരുന്നു. അടിമാലി ഞങ്ങൾ അതായത് കുട്ടമ്പുഴ കുട്ടമ്പുഴ അങ്ങനെ കയറി മാമലക്കണ്ടം വന്ന് മാമലക്കണ്ടത്ത് നേരെ ഉള്ള റോഡ് അടിമാലി പിടിച്ച് അങ്ങനെ പോകുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്തായാലും നമുക്ക് ആന വെള്ളം കുടിക്കാൻ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വന്നു കഴിഞ്ഞാൽ പോയിട്ടൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോകുമായിരുന്നു. സമയം ഇപ്പം 3 മണിയായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് എനിക്കിനി തൊടുപുഴയ്ക്ക് എത്തണം. എൻ്റെ ബാഗാണ് കിടക്കുന്നത്. അവർ ആ ജാതിക്ക് ഏതാണ്ട് കണക്കായിട്ടുണ്ട്. ജാതിൻ്റെ മറ്റേ പൂവ് അത് ഇതാണെന്ന് തോന്നുന്നു അവരുടെ ആ തോട്ടം. അത് ഫുള്ള് ജാതിയാണ്, നിൽക്കണക്ക ജാതിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാം. സമയം ഒട്ടുമേ ഇല്ല. ശരി, നമുക്ക് ആന കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ആനക്കുളം ഇനി 3 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമ്മളെന്തായാലും പോയി തരാം. നമ്മൾ ആനക്കുളത്തിൻ്റെ ഇവിടെയാണ് ആനക്കുളത്തിൻ്റെ അവിടെ ഉല്ലാസയാത്രയുടെ വണ്ടി, ഇവിടെ ഓഫ് റോഡ് ജീപ്പ് അങ്ങനത്തെ കുറേ ടീമുകളുണ്ട്. ഇതാണ് ആനക്കുളം. ഇവിടെയാണ് ആന വെള്ളം കുടിക്കാൻ വരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ മറ്റേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും അപ്പുറത്തോട്ട് മാറിക്കാം. നമ്മൾ അവിടെ ആൾക്കാരുടെ അവിടെ കാണിക്കണം. അവിടെയാണ് ആന വെള്ളം കുടിക്കാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ വരും എന്നാണ് അവിടെ ബോർഡിലൊക്കെ എഴുതിയിരിക്കുന്നത്. ബട്ട് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നു. ഇതുപോലത്തെ ഒരു എൻട്രൻസ് ആണ് ഞാൻ പറഞ്ഞ ആ കാട്ടുവഴി. അതായത് ഇതുപോലൊരു എൻട്രൻസ് ഉണ്ടാകും. അതായത് ഇങ്ങനത്തെ ഒരു റോഡ് ഇങ്ങനെ കയറി വന്ന് നേരെ ഇങ്ങനെ വന്ന് കയറി. എനിക്കൊന്നത് അവിടെ ആണെന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് അത് അവിടെ ആയിരുന്നെന്നാണ് തോന്നുന്നത്. കാര്യം ഞങ്ങളന്ന് അവിടുന്ന് ഇങ്ങോട്ടങ്ങാണ്ട വന്ന് കയറിയത്. ഇപ്പോൾ നേരത്തെ കണ്ട അവിടെ വന്ന് കയറി. ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ആ കടക്കാരനായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ പുള്ളി പറഞ്ഞത് അങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. സോ സംഭവം അങ്ങനെ എന്തോ ആയിരുന്നു സെറ്റപ്പ്. അയ്യോ ഇതിനകത്തൊക്കെ ആന ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ സമയത്ത് ഇറങ്ങത്തുള്ളൂ. പഞ്ചായത്തുള്ള ആനയാണ്. 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരിൻ്റെ തീരത്തേക്ക് വരുമെന്നൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 5:30 കയറി ആന വെള്ളം കുടിക്കാൻ വരുന്നത്. അവിടെ ആൾക്കാർക്ക് നിൽക്കുന്ന അവിടെ. പക്ഷേ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ അന്ന് വന്ന് ഫുഡ് കഴിച്ചത് അവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ആ എൻട്രി എവിടെയാണെന്ന് എനിക്കിപ്പോഴും കിട്ടുന്നില്ല. ഒരു എൻട്രി ഇതുപോലത്തെ ഒരു വഴി കൂടെ വന്ന് നേരെ കയറി. ഞങ്ങൾ അവിടെ ഒന്ന് കുളിക്കുകയോ ചെയ്തതാണ്. ആ റോഡ് ആ കുളി ഇതായിരുന്നു. പക്ഷേ അത് അവിടെ വന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അവിടെ ആരുടെ കുളിയുന്നു. നമുക്ക് കുറച്ച് നേരം എനിക്കിത് വൈൽഡ് ലൈഫ് കുറച്ച് നേരം ഇവിടെ കുത്തിയിരുന്നാലോ എന്ന് ആലോചിക്കുകയാണ്. അവിടെ ഇപ്പം ഇരിക്കാനൊക്കെ സ്ഥലം കേട്ടോ. ഇവിടെ ഉക്കാറും കാട്. സോ ഇതിനുള്ളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ആരുണ്ടെന്ന് കാട്ടി കയറുന്നില്ലേ? ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ? പെർമിഷൻ ഉണ്ടോ? ഏറിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്നിരിക്കണം. അതിനാണ് വൈബ്. ആൾക്കാരെല്ലാം അവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിരിക്കണം. ഇതൊരു വേറെ ശീലമാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ആ എൻട്രൻസ് എവിടെ ആയിരുന്നെന്നാണ്. ഇതുപോലൊരു വഴി വരും, പക്ഷേ ഇതൊന്നും അല്ല വഴി. അതൊരു റോഡാണ്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. അവിടുന്ന് ഓഫ് റോഡ് ജീപ്പൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ടെന്തെങ്കിലും പോകണമെന്നറിയില്ല. ഇത്ര വലിയ സംഭവം. ചേട്ടാ ആനക്കാരങ്ങനെ ഉണ്ടോ അവിടെ? എന്തായാലും സംഭവം അങ്ങനെയാണ് സെറ്റപ്പ്. ഇവിടെയൊക്കെ ഒന്നെങ്കിൽ രാവിലെ തന്നെ, അല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോൾ പോണ രീതിക്ക് നിൽക്കണം. ഇവിടുന്ന് ഒരു 5:30 6 മണിക്കൊക്കെ ഇറങ്ങുന്ന രീതിക്ക് സ്റ്റേ അടിക്കണം ആനെ കാണണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനെ പുഴയും കണ്ട് കല്ല് പറഞ്ഞിരിക്കുക. ഇതുപോലത്തെ ഒരു വഴിയാണ്. പക്ഷേ ഇങ്ങനത്തെ കല്ലൊക്കെ ഉള്ള എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ അവിടെ കിടന്ന് കുളിച്ചതും അവിടെ കിടന്ന് മേഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടെങ്കിൽ. പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് അങ്ങോട്ട് കൊടുത്താൽ കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ വന്നാണ് ഫുഡും കഴിച്ചത്, അത് നല്ല ഓർമ്മയുണ്ട്. എവിടെ നിന്ന് കയറി വന്നു എന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. നമുക്ക് എന്തായാലും ഇത് കണ്ട ജീപ്പൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അനങ്ങനെ വരുമോ? വന്നായിരുന്നെങ്കിൽ സെൽഫി എടുത്തിട്ട് പോകുമായിരുന്നു. സെലിബ്രിറ്റികളാണേ കറക്റ്റ് ടൈമിനേ വരത്തുള്ളൂ. അയ്യോ
ഇങ്ങനെ കുറച്ച് നേരം കുത്തിയിരിക്കാൻ എന്താ സുഖം കഴിയും. ഒരു കാര്യം അറിയണ്ട, കുറേ ടെൻഷനൊക്കെ മാറി കിട്ടും ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ. കോട കൂടെ ഉണ്ടായിരുന്ന പൊളിച്ചതിന്. പക്ഷേ ഞാൻ വന്നപ്പോൾ വിചാരിച്ചു കോട കയറി, ഞാൻ ഇങ്ങോട്ട് കയറി വന്ന വഴിക്ക് മാങ്കുളാർ റോഡ് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കോട കിട്ടും. കോടയും കിട്ടില്ല, ഞാനേം കണ്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്, നല്ല ഐശ്വര്യമുണ്ട് എനിക്ക്. എവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ. ഇവിടെ വരുമ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കോടയിൽ കിട്ടുമെന്ന് വിചാരിച്ചാണ് വിട്ട് പോയത്. ഞാൻ ഇത്ര പതുക്കെ നിർത്തി പോകുന്നതിൻ്റെ കാര്യം അത് തന്നെ. അങ്ങോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ മാങ്കുളം ഞാൻ നേരത്തെ വെച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, കൈ വറക്കുണ്ടായിരുന്നു. അത് ഞാൻ മാങ്കുളത്തേക്ക് കയറിയിട്ട് ഒരു ചൂട്, നല്ല ചൂട്. പക്ഷെ വെയിലില്ല. ആ ഒരു 2 മണി 3 മണി സമയത്തായാലും വെയിലില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ പരുന്തുംപാറ പോയി കിടന്ന പോലെ അത്ര വെയിൽ വരുന്നില്ല. അതെന്ത് വരുന്നു, അയ്യോ പരുന്തുംപാറയല്ല പാചകം വേണ്ടിക്കാം. പരുന്തുംപാറ പിന്നെ തണുപ്പുണ്ടെന്നെങ്കിലും പറയാം. ബട്ട് പ്രോബ്ലം, എൻ്റെ പ്രശ്നം അതല്ല. അവന്മാരത് കാട്ടിലേക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ടല്ലോ, കളത്തടിക്കാന്ന് മൂക്ക് ചീറ്റുന്നു. ലൈഫ് ഇവിടെ വന്ന് മൂക്ക് ചീറ്റിക്കളഞ്ഞു. അപ്പം ഇതാണ് ഏനക്കുളം. അങ്ക വന്ന് ആന വെള്ളം കുടിക്കും എന്ന് ചൊല്ലിയാച്ച് ആറ്. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നല്ല വണ്ടിയൊക്കെ വരുന്നത്. ട്രാലറും തന്നെ ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ആന ഇപ്പോഴൊന്നും വരില്ല, 5:30 ആകും തോന്നുന്നു ആന വരുമ്പോൾ. നമ്മൾ അതുവരെ ഇവിടെ കുത്തിയിരുന്ന് കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോൾ പാതിരാത്രി. അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ വിട്ട് പോകുന്നോണ്ടിരിക്കുന്നത്. മാങ്കുളത്ത് ഞാൻ ചവിട്ടി പോകുന്നില്ല, നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. കുറച്ച് നേരം ഇവിടെ കുത്തിയിരിക്കാൻ തോന്നി. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ കുത്തിയിരുന്നിട്ട് ഫ്രഷായിട്ട് പോകാമെന്ന് വിചാരിക്കും. പോലെ കഴിക്കുന്ന സമയം ട്രൈ 3:50 3:50 രാവിലെ ഒരു മസാല ദോശ അടിച്ചിട്ട് ഇറങ്ങിയതാണ്. 3:50 ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെയാണ് റേഞ്ചും ഇല്ല, ഗൂഗിൾ പേ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. എയർടെൽ പോയ വഴിക്ക് പുല്ല് പോലും കിടത്തിട്ടില്ല. നമുക്കപ്പോൾ ഇനി മറ്റേ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡ് അതും കൂടെ എന്താണെന്ന് കൂടെ പോയിട്ട് കണ്ടിട്ട് വന്നേന്നുണ്ട്. സമയമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഈ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക്. അത് 3 കണ്ടാണെന്ന് പറഞ്ഞത് നമ്മുടെ റൂമിലുള്ളതെന്ന് പറഞ്ഞാൽ. അതും കൂടെ എന്താണെന്ന് കൂടെ കണ്ടിട്ട് വേണം പോകാം. പക്ഷേ ആ റൂട്ട് മാങ്കുളമൊക്കെ ചെന്നിട്ട് പോകണം. അതങ്ങനെ ഞാൻ വന്ന വഴി തന്നെ പോയിട്ട് പിന്നെയും കറങ്ങണം. ഞാൻ വന്ന റൂട്ട് മൂന്നാർ റോഡായിരുന്നു. അതായത് ടേൺ ചെയ്താൽ മാങ്കുളത്തേക്ക് ടേൺ ചെയ്യുന്ന അല്ലാണ്ട് ഒരു ടേൺ കൂടെ ഉണ്ടായിരുന്നു മൂന്നാറേക്ക്. മൂന്നാർ എങ്ങോട്ടൊക്കെ റൂട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, അപ്പോൾ ഇതാണ് സംഭവം. എല്ലാവരും പോയോ? അപ്പോഴൊക്കെ ഒരു ടീം അവിടെ വന്ന് ഞാൻ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഒരു ടീം അവിടെ നല്ല വിരിഞ്ഞ് കിടക്കണം അടുക്കുന്നതിൽ. അതെനിക്ക് പോയാ സാധനം. ഒരു പ്രതിഷ്ഠ അവിടെ കിടപ്പുണ്ട്. ആ പ്രതിഷ്ഠ നടുക്ക് തന്നെ കിടപ്പുണ്ട്. മറ്റേ ആനവണ്ടി അപ്പുറത്തുണ്ട്, ഉല്ലാസയാത്ര. അയ്യോ ആനെങ്ങാനും വിരുപടി. ഇത്ര നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളെ തോന്നിയ സമയത്തൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും നമുക്ക് എന്ത് ആനയൊന്നും നമുക്ക് അവിടെ നിന്ന് ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ മേളിൽ നിന്ന്. അങ്ങോട്ട് കുറച്ച് പേര് കയറിപ്പോയല്ലോ. അതെന്താ സംഭവം? കൊടുത്ത 2 ടീം. ഇവിടെ 2 കുളിക്കാനൊക്കെ പോകുന്നു. വേണ്ട, നമുക്കെന്നാലും ലക്ഷ്മി എസ്റ്റേറ്റ് റോഡും കൂടെ എന്താണെന്ന് കണ്ടിട്ട് വരാം. അത് പൊളിയാന്നാണ് പറഞ്ഞത്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇതാണ് അവസ്ഥയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും കഴിക്കണം. അത് വിശക്കുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്നിട്ട് കഴിച്ചിട്ട് പോകണം ഇവിടുന്ന് ലക്ഷ്മി എസ്റ്റേറ്റ്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കപ്പം അതും കൂടെ കണ്ടിട്ട് വരാൻ പറ്റും. നമ്മുടെ മറ്റേ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡ് അതാണ്. അങ്ങോട്ട് കിടക്കുന്ന റോഡ് അതാണ്. ഇനി കയറി വന്ന് ഞാൻ അങ്ങോട്ട് കയറി വന്ന റോഡ് ഒരുമാതിരി പൊളിഞ്ഞ മാതിരി റോഡാണ്. ഞാൻ വിചാരിച്ച് ഇതും ഫ്ലോപ്പ് ആയിരിക്കുമെന്ന്. പക്ഷെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ മോനെ ഇത് കണ്ടു. ഇതങ്ങ് തുടങ്ങിയിട്ട് അതുണ്ടോ അവിടെയൊക്കെ കോട എല്ലാം തോന്നുന്നു നൈസായിട്ട് മങ്ങിയിരിക്കുക. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. കോട ഇറങ്ങാനുള്ളൊരു ലക്ഷണം കാണുന്നുണ്ട്. അവിടെ നിന്ന് എന്തൊക്കെ വെള്ളമൊക്കെ ചീറ്റുന്നു. എൻ്റെ മോനെ ഇത് കണ്ടോ ഈ വ്യൂ. എന്തത് സ്വർഗം. ഞാൻ പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. അവൻ പറഞ്ഞാൽ ആ റോഡ് പൊളിയാടാന്ന് പറഞ്ഞു നമ്മുടെ റൂമിലുള്ളവൻ. ഞാൻ ഇതും ഫ്ലോപ്പായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് മോനെ സ്വർഗം. ഇതാണ് സ്വർഗം മോനെ സ്വർഗം. ജാതി സാധനം. അത് കോടയല്ല, എന്തോ പുകച്ചാ തോന്നുന്നു അവിടെ. പക്ഷെ ഈ ഒരു വ്യൂ കണ്ടു എൻ്റെ പോലെ. ഇതൊക്കെയാണ് സാധനം. അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ വണ്ടി ഇറങ്ങി വന്നു. പക്ഷേ റോഡ് ഇതിനകത്ത് എവിടെ കാണാൻ പറ്റില്ല. കണ്ടോ അതിനകത്തൂടെ റോഡ് പോകുന്നുണ്ട്. മോനെ ഇതാണ് സ്വർഗം.
ഇതാണ് വേണ്ടത്. ഇനി അങ്ങോട്ട് എന്തായാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇനി മൂന്നാർക്കാന്ന് തോന്നുന്നു ഈ റോഡ് ചെല്ലുന്നുണ്ട്. ഇവിടുന്ന് 9 കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട്. ഫോണിൻ്റെ ചാർജ് തീർന്ന് 20% നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോണിൽ വീഡിയോ എടുക്കുന്നത്. ഇതിനി പോകണം. ഇപ്പോൾ റേഞ്ചൊന്നും ഇല്ല. എയർടെലിൻ്റെ റേഞ്ച് പോയി. ഇപ്പോൾ ജിയോയിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഞാൻ ജിയോയും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഞാൻ ജി. ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും ഇല്ലേ വഴി? ചെന്ന് കയറണം ലക്ഷ്മി എസ്റ്റേറ്റ് ആണല്ലേ. മൂന്നാർ വഴിയുണ്ട്. മൂന്നാർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 4:41. 4:41 പോയി. 4:42. ഇനി എന്തായാലും മൂന്നാർ എന്ന് കഴിഞ്ഞാൽ കോടയും കൂടെ കിട്ടും. ഫോക്കസ് അടി. ഇനി മൂന്നാർ കൂടെ ചെന്നാൽ കോട കിട്ടും. ചെറുതായിട്ട് മഴയും ചാറുണ്ട്. ഈ ടൈം ആയതുകൊണ്ട് അവിടെ മഞ്ഞ് ഇത് തുറക്കുന്നുണ്ട്. പൊളിക്കും ഞാനിനി. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇതിനി എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡാന്ന് തോന്നുന്നു. തിരിച്ച് വേറെ വഴിയൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഊഹം. എന്തായാലും നമുക്ക് പോവാം. ഞാനിവിടെ നിർത്തിയിട്ടപ്പോൾ ഒരു സാധനം കയറിപ്പോയി. വേണ്ട കാണാൻ പറ്റണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ചാവലം. മറ്റേ സാധനം എന്തായാലും പേര് എന്തത് പണ്ടാരം. ഞാനിവിടെ നിന്നപ്പോൾ ആൾ കയ്യൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ ഇതിലെ കൂടെ കയറി വന്നു. അവിടെ വെച്ച് പുള്ളി കയ്യൊക്കെ ഇങ്ങനെ കാട്ടി പോയി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി അവിടെ നിന്ന് നിർത്തി. പിന്നെ വണ്ടി സ്റ്റാർട്ടാണിത്. ഇപ്പോൾ സ്റ്റാർട്ടായിട്ട് ആൾ പോകുന്നുണ്ട്. അതേ പോകുന്നുണ്ട്. ഭയങ്കര ഇതിട്ട് തുള്ളിയൊക്കെ പോവുമായിരുന്നു ആൾ. അവിടെ ചെന്നപ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ ഒറ്റ കൈ വെച്ച് അങ്ങനെ ഓടിച്ചു പോയി. അപ്പോഴത്തേക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് വണ്ടി ഇങ്ങനെ പാളി അങ്ങോട്ട് കയറുന്നു. ഇടിച്ചില്ല. അങ്ങോട്ടും ഈ സൈഡിലോട്ട് വന്ന് നിന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ടായിട്ടില്ല. പോയത് എളുപ്പം. അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കെന്തായാലും ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് കയറുന്ന റോഡാണ് ഈ പോകുന്നതൊക്കെ. ലക്ഷ്മി എസ്റ്റേറ്റ് തന്നെയാണ് ഇത്. ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല. ഇതൊക്കെ ലക്ഷ്മി എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പോണ റോട്ടിനെ മാത്രം ലക്ഷ്മി എസ്റ്റേറ്റ് റോഡെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നേരെ ചെല്ലുന്ന മൂന്നാറൊക്കെയാണ്. നമ്മൾ അവിടെ നിന്ന് വരുന്ന വണ്ടിയൊക്കെ ഇതൊക്കെ മൂന്നാറിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ആയിരിക്കും ഈ കാണുന്നത്. ഇതൊക്കെ മൂന്നാറിൽ നിന്ന് തന്നെ വണ്ടികളായി വരുന്നതൊക്കെ. പിന്നെ ഈ റോഡ് പൊളിയാണ്. നടുക്ക് ഈ കുഞ്ഞു റോഡാണ്. നല്ല വീതിയും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ റോഡാണ്. അത് കാരണം വേണ്ട മൂന്നാറിൽ നിന്ന് വരുന്ന ടീമാണ് തോന്നുന്നതൊക്കെ. ഒക്കെ മൂന്നാറിൽ നിന്ന് വരുന്ന ടീമാണെന്ന് തോന്നുന്നു. ഇത് നേരെ ചെല്ലുന്ന മൂന്നാറൊക്കെയാണ്. അങ്ങനത്തെ ഒരു കുഞ്ഞു റോഡും 2 സൈഡിലും തേയിലത്തോട്ടം. പിന്നെ കാര്യങ്ങളാണ്. നമുക്കിവിടെ വണ്ടിയൊക്കെ നിർത്തി കുറേ കാണാനുണ്ട്. ഇവിടെ അങ്ങോട്ട് താഴത്തൂടെയൊക്കെ റോഡ്. അങ്ങനത്തെ എന്താ പറയുക, ഇപ്പം എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ഫീലാട്ടോ. തണുപ്പുണ്ട്. നല്ല കോട മേളിലൊക്കെ ഇറങ്ങുന്നുമുണ്ട്. വൈകിട്ടൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ പോവാം. മൂന്നാറൊക്കെ പോകുന്നവർക്ക് ഈ റോഡ് എടുക്കുന്നവർക്ക് എടുത്തു നോക്കാം. അത്രയും നല്ല വേറെ ലെവൽ ഫീലാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. എപ്പോഴും കാണാൻ പറ്റത്തില്ല. നമുക്ക് സമയമില്ല എന്നും പറഞ്ഞ് ഇതൊക്കെ മാറ്റി വയ്ക്കാനും പറ്റത്തില്ല. ഉള്ള ടൈമിന് ഒറ്റ മൈൻഡിൽ ഒരു പോക്ക് പോവുക. പെട്രോൾ അടിക്കാൻ പൈസ കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വരെ വരാൻ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണം, ആ പൈസ ഉണ്ടോ പോവുക. ഫുഡ് കാര്യങ്ങൾ ഒരു എൻ്റെ കണക്ക് പ്രകാരം ആണെങ്കിൽ എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ മാത്രം മതി. എനിക്കിപ്പോൾ ഇവിടം വരെ വരാൻ ഞാനിപ്പോൾ 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറങ്ങിയതിൽ ഞാൻ തൊടുപുഴയിൽ നിന്ന് കയറിയപ്പോൾ 300 രൂപയ്ക്ക് അടിച്ചിട്ടാണ് അവിടെ കയറിയിരിക്കുന്നത്. ഇവിടം വരെ ഇപ്പോൾ ഓടുന്നുണ്ട് വണ്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടെ 300 രൂപയ്ക്കൂടെ അടിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഈ കാട് റോഡൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പമ്പ് കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം ഞാനൊരു സേഫ്റ്റിക്ക് അടിച്ചിട്ടാണ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ കാര്യങ്ങളായിട്ട് 300 അടിച്ചതിന് വേറെ ഇതൊന്നുമില്ല. എനിക്കിനി റോബിൽ പോയിട്ട് വീണ്ടും കടന്ന് വേണമെങ്കിൽ ഓടാനുള്ള പെട്രോൾ അതിനകത്തുണ്ട്. പക്ഷേ ഒരു 300-400 രൂപയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ഇവിടേക്ക് വന്ന് തിരിച്ച് പോകാമെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ കാടും കാര്യങ്ങളായതുകൊണ്ട് മാത്രം എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് അടിച്ചിട്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതൽ പെട്രോളൊന്നും എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് പോണ വഴിക്ക് ഒരു ചായ, എവിടെയെങ്കിലും ഇറങ്ങി ഒരു ചായ കുടിക്കും, എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ മാത്രം കഴിക്കും. അതല്ലാണ്ട് ഞാനിപ്പോൾ കഴിച്ചിട്ടൊന്നുമില്ല. ഫുഡ് കഴിക്കാതെയാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ ചായ മാത്രം കുടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് കൂടിപ്പോയാൽ 300-400 രൂപയ്ക്ക് മാക്സിമം ഒരു ചിലവ്. പെട്രോളിൻ്റെ കൂട്ടിയിട്ട് ഇവിടെ പറഞ്ഞു ഒരു 410 430 കൂടിപ്പോയാൽ ഒരു 450. അത്രയേ ഉള്ളൂ എനിക്കൊരു ചിലവെന്ന് പറയാം. ഫുഡ് കഴിച്ചാൽ ആ ഫുഡിൻ്റെ പൈസ അത്രേ ഉള്ളൂ. അതല്ലാണ്ട് വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇതിന് മാത്രം 10-50,000 രൂപയുടെ ട്രിപ്പ് അല്ലെങ്കിൽ മണാലി ട്രിപ്പ് എന്നൊന്നും പ്ലാൻ ചെയ്യില്ല. നമ്മുടെ വീടിനടുത്ത് തന്നെ സ്ഥലങ്ങളുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ സ്ഥലങ്ങളാണ്. എൻ്റെ വീടിൻ്റെ അതായത് ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നുന്നു 8-9 ബീച്ചെങ്ങാണ്ടുണ്ട്. ഇത്രയും ബീച്ചിൽ ഞാൻ ഒരുവിധം എല്ലാ ബീച്ചിലും പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ധകാരനഴി ബീച്ചിൽ പോയിട്ടുണ്ട്. ചെല്ലാനത്ത് പോയിട്ടില്ല. അത് നമ്മുടെ എറണാകുളം പോകുന്ന വഴിക്ക്. അതല്ലാണ്ട് വേറെ എല്ലാ ബീച്ചുകളിലും ഞാൻ പോയിട്ടുണ്ട്. ആലപ്പുഴയിൽ കാണാൻ വേറെ ഉണ്ട്. കണ്ണകയുണ്ട്, കൈനഗിരി ഉണ്ട്, പുത്തനങ്ങാടിയൊക്കെ ഉണ്ട്. മറ്റേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത കുറേ സ്ഥലമുണ്ട്. ഇതിലെല്ലാം മിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പം സ്ഥലങ്ങൾ നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ഇത്ര ലോങ് പോകുന്നു എന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല. പോകുന്ന സ്ഥലത്ത് നമുക്ക് എന്താണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ കിട്ടുന്നത് അത്രയാണ്. ഗൈസ് നമ്മൾ ഇത്രയും റോഡാണ് കയറി ഇങ്ങോട്ട് വന്നത്.
നല്ല രസമുണ്ട് ഈ ഒരു ഇത് കാണാണ്ട. നല്ല ഒരു എന്താ പറയുന്നത്, ഈ മൂന്നാർ എന്നാലും മൂന്നാറോട്ട് കയറി കാണാവുന്നൊരു കാഴ്ച കണ്ടോ. തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമോ പൊളിയുടെ സാധനം. കോട ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്നുണ്ട്, തണുപ്പുണ്ട്, കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു വ്യൂ കാണാൻ എന്താ രസം എൻ്റെ മോനെ. തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ തേയില, അതിനടുത്ത് കൂടെ റോഡ്, എന്താ വൈബ്. ഇതൊക്കെയാണ് മോനെ സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം, ഇതാണ് സ്വർഗം, ദ റിയൽ ഹെവൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ എല്ലാവരും ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുക ആ തേയില. അത് കണ്ടു അവിടെ മാത്രം, അത് കണ്ട അവിടെ ഒരു സ്ക്വയർ പോലത്തെ സാധനം. ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഈ തട്ടായിട്ട് കണ്ട വണ്ടി കയറി വരുന്നുണ്ട് അവിടെ നിന്ന്. അതിങ്ങനെ കയറി ഇവിടെ വരും. അവിടെ നിന്ന് ഇനി കുഴക്കമുണ്ട്, ഇങ്ങനെ റോഡ്. എന്താ ഭംഗി. ഇതൊക്കെയാണ് മോനെ സ്വർഗം, ഒന്നും പറയില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഗൈസ്. പിന്നെയും പൊള്ളി സ്ഥലം. എന്തോ ഇങ്ങോട്ട് കയറിയിട്ട് തണുപ്പ് കൂടുന്നുണ്ട്. മേളിലൊക്കെ കോടയാണെന്ന് തോന്നുന്നു, ഒരുമാതിരി മഞ്ഞോടി കിടക്കുവാണ്. അയ്യോ ലക്ഷ്മി എസ്റ്റേറ്റ് ഇനി കാണിക്കുന്നുണ്ട്. നല്ല റൂട്ട് കിട്ടും, ഈ ഒരു റൂട്ട് പൊള്ളി, ഒന്നും പറയില്ല സ്വർഗം. മേപ്പോട്ടാന്ന് തോന്നി ഈ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടം കൂടെ കാണുന്നുണ്ട്. എന്തേത് നേരുമംഗലം AB. നമ്മളപ്പോൾ ഇങ്ങോട്ട് പോകണ്ടേ? B തൊടുപുഴ ഇവിടെ. എന്തത് നമ്മൾ പോകേണ്ടത് നേരെ ഇനി തിരിച്ചിറങ്ങണം. ഇച്ചിടെ പോയി കഴിഞ്ഞാൽ എസ്റ്റേറ്റ് എത്തും. ഇവിടെ നിന്ന് എന്താ ഉള്ളത് ഇനി? ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞു പോകുന്നു, ഇപ്പം അമ്പലം, ഇപ്പോൾ വ്യൂ പോയിൻ്റ്, എസ്റ്റേറ്റ്. ഓക്കെ, ഒരു വൈൽഡ് ആനിമൽ പോകുന്നു. ഒരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട്, കാണണോ? 14% ചാർജ്. അയ്യോ ഓക്കെ നമുക്ക് എവിടെ നിന്ന് ഇനി 82 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അതായത് തിരിച്ചിനി റൂം വരെ 82 കിലോമീറ്റർ ഉണ്ട്. സോ അതും കൂടെ കണ്ടിട്ട് ഇറങ്ങാം. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകും, സമയമില്ല. ഞാൻ ഇത് കണ്ടുകൊണ്ട് ഞാൻ നിർത്തിയിരുന്നേ ഉള്ളൂ. കോട ഇറങ്ങുന്നുണ്ടെന്ന് നല്ല തോന്നുന്നുണ്ട്. വണ്ടി പിടിച്ചിട്ട് തണുക്കുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടെ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാം, സമയമില്ല. ഗൈസ് ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതല്ല ഇതിനപ്പുറം ഒരു രക്ഷയില്ല. അത് കണ്ടില്ലേ എൻ്റെ അമ്മ. അവിടെ മേലിൽ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും മോനെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ കോട കിട്ടിയാൽ പൊളിച്ച്, എനിക്ക് സ്വർഗം. കണ്ട കോട ഇറങ്ങുന്നുണ്ട്. എൻ്റെ മോനെ തടുക്കത്തട കൈയൊക്കെ വിറയ്ക്കുന്നു. കൈ നല്ല രീതിയിൽ ഇറക്കുന്നുണ്ട്. അയ്യോ എന്തത്. ഇതൊക്കെയാണ് സ്വർഗം മോനെ, സ്വർഗം. ഈ റോഡ്, ഇങ്ങോട്ടുള്ള റോഡ് പൊളിയാണ്. നേരെ ഇനി എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് നേരെ ഇനി റോഡ് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഇവിടെ നിന്ന് ഇനി റോഡുണ്ട്. എങ്ങോട്ടാണോ എന്തോ, എനിക്ക് തോന്നുന്നു മൂന്നാർക്കാണ് തോന്നുന്നു പോകുന്നത്. അത് മൂന്നാറാണ് ചെന്ന് കയറുന്നത്. ഇത് മൂന്നാറിൽ നിന്ന് കയറും തോന്നുന്നു. നമുക്കിനി അങ്ങോട്ടുള്ള സമയമില്ല. ഇനി മൂന്നാർ കൂടെ പോകാനുള്ള സമയമില്ല. ചാർജ് ഉണ്ടായിരുന്നു, പോകായിരുന്നു മൂന്നാർ. ഇപ്പം എത്ര 5:22 എന്താ 90% ചാർജ് കൊണ്ട് ഞാനും ഉണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിലിപ്പോൾ അങ്ങോട്ട് ഓടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൂന്നാർ എത്തുമായിരിക്കും. പൊളിയാട്ടോ. ഈ തൈലത്തോട്ടത്തിന് നടക്കുന്ന ഒരു കുഞ്ഞു റോഡും ചെറുതാണ്. ഇതുണ്ടോ, ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കാൻ പറ്റും. അയ്യോ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകണമെങ്കിൽ പോവാം. പക്ഷേ നമുക്കതിനുള്ള സമയമില്ല, ടൈം കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും തിരിക്കാം. അപ്പോൾ ഇത്ര ഉള്ളു വ്ലോഗ്. കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ ഈ മൂന്നാർ വരെ ഇതുപോലെ ഇങ്ങനെ ഓടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും. പക്ഷേ നമുക്ക് ചാർജ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനിത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പൊടി പിടിച്ചിട്ട് വിട്ടടിച്ച് പോയാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇതാണ് എസ്റ്റേറ്റ് കാര്യങ്ങൾ. അയ്യോ തണുപ്പുണ്ട്. കൈയൊക്കെ ഒരു ഇതുമാതിരി. ഇങ്ങോട്ട് വന്ന റോഡ് ഇച്ചിരി മോശമാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറി ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഈ റോഡ്. പക്ഷേ ഇങ്ങോട്ട് കയറി വരുന്ന റോഡ് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വ്ലോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കും വ്ലോഗായിട്ട് വരാം. നമുക്കെന്തായാലും മറ്റൊരു കിടക്കും സ്ഥലമായിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ഡാർക്ക് ഹാർട്ട് സൈനിങ് ഓഫ് ഗൈസ്. കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മാങ്ങാണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക. മേളിലാണ് കോട. എനിക്ക് തോന്നുന്നു മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ കോട നല്ല രീതിയിൽ കിട്ടുമായിരിക്കും. മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ കോട കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പോലീസ് അയ്യോ. എന്തായാലും നമുക്കിനി തിരിച്ചു വിടാം, സമയമില്ല. 90% ചാർജ് കൊണ്ട് ഞാനും ഉണ്ട്. ടൈമില്ല, 5:24 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിരിക്കണം. അപ്പം അത്ര റോബോട്ട് വരുന്നൊരു പിക്സ് ഇടാം. സൈനിങ് ഓഫ്. ബൈ.